നമസ്കാരം. പിണറായി വിജയൻ. പിണറായി എന്നത് ഒരു സ്ഥലപ്പേരല്ല, ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ പേരാണെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. ശരിയാണ്, കണ്ണൂരിലെ പിണറായിക്കാരുടെ അഭിമാനം, ഐഡന്റിറ്റി അതുകൂടിയാണ് പിണറായി വിജയൻ. ആ പേരിന് കാർക്കശ്യക്കാരൻ എന്നൊരർത്ഥം കൂടിയുണ്ട്. ഒരു നിലപാടെടുത്താൽ എതിരഭിപ്രായങ്ങൾ പെരുകിയാൽ പോലും പിന്നോട്ടില്ല എന്ന തെളിയിച്ചയാൾ. 80 വയസ്സിലെത്തി നിൽക്കുന്ന പിണറായി വിജയന്റെ ജീവിതകഥ ഒരു സിനിമാ കഥ പോലെ ഉദ്വേഗം നിറഞ്ഞതാണ്. അതിൽ കലാപമുണ്ട്, വിവാദങ്ങളുണ്ട്, ചരിത്രം തിരുത്തിയ മാറ്റങ്ങൾ വരെയുണ്ട്. മുണ്ടയിൽ വീട്ടിൽ കോരന്റെയും കല്യാണി അമ്മയുടെയും ഇളയ മകനായി ജനനം. പിണറായി എന്ന ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഒടുവിൽ ആ നാടിന്റെ നാഥനായി മാറിയ ആൾ. സാമ്പത്തികമായി വളരെ പിന്നാക്കം നിൽക്കുന്ന കുടുംബമായിരുന്നു വിജയന്റേത്. വെല്ലുവിളികൾക്കിടയിലും വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കണം എന്ന ആശയത്തിലൂന്നിയ കുടുംബം. കുട്ടിക്കാലത്ത് ജ്യോത്സ്യൻ ജാതകം നോക്കി വിജയനെ കുറിച്ച് പറഞ്ഞത് ഭാവിയിൽ രാജാവാകാൻ യോഗമുണ്ട് എന്നാണ്. ശാരദാവിലാസം ലോവർ പ്രൈമറി സ്കൂൾ, പിരളശ്ശേരി ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് വിജയകരമായി സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം 1 വർഷത്തോളം വിജയൻ നെയ്ത്ത് തൊഴിലിൽ ഏർപ്പെടുകയുണ്ടായി. സ്കൂൾ കാലത്ത് തന്നെ വേർതിരിവിന്റെ പീഡനങ്ങൾ ഒരുപാട് വിജയന് നേരിടേണ്ടി വന്നു. ഉള്ളിലെ ആ തീയുമായിട്ടാണ് കോളേജിലേക്കുള്ള പ്രവേശനം. ക്ഷുഭിത യൗവനം തന്നെയായിരുന്നു വിജയന്റെ കാര്യത്തിലും. തലശ്ശേരി ബ്രണ്ണൻ കോളേജ് മുറ്റത്ത് വിജയൻ എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിന് കൂടിയാണ് അവിടെ തുടക്കമായത്. കേരള സ്റ്റുഡൻസ് ഫെഡറേഷനിലൂടെ വിജയൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായി. KSFന്റെയും KSYFന്റെയും സംസ്ഥാന അധ്യക്ഷനായും പ്രവർത്തിക്കുകയുണ്ടായി. പോരാട്ട വീര്യത്തിലും നേതൃപാടവത്തിലും തന്റെ കഴിവ് അതിനോടകം തെളിയിച്ചിരുന്നു വിജയൻ. ചെങ്കൊടിയേന്തിയ ദിവസങ്ങൾ, തൊണ്ടപൊട്ടി വിളിച്ച മുദ്രാവാക്യങ്ങൾ, തെരുവുകളിൽ മുഷ്ടി ചുരുട്ടി ഇറങ്ങിയ തന്റെ ഇടം, ഇതെല്ലാമാണ് വിജയന് രാഷ്ട്രീയപരമായി ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കി കൊടുത്തത്. കോരന്റെ മകൻ വിജയൻ അങ്ങനെ രാഷ്ട്രീയ മേഖലയിൽ പിണറായി വിജയനായി. 1964 അദ്ദേഹം CPIM അംഗമായി. 1968 24ാമത്തെ വയസ്സിൽ CPIM കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 26ാം വയസ്സിൽ 1970 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂത്തുപറമ്പ് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച ആദ്യമായി നിയമസഭയിലെത്തി. 1972 ജില്ലാ സെക്രട്ടേറിയറ്റിലേക്കും 1978 സംസ്ഥാന കമ്മിറ്റിയിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടു. 1986 കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി സ്ഥാനമേറ്റു. 1988 മുതൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായി പ്രവർത്തിച്ചു വന്നു. EK നയനാർ മന്ത്രിസഭയിൽ വൈദ്യുതി മന്ത്രിയായിരുന്ന കാലത്ത് 1998 ചടയൻ ഗോവിന്ദന്റെ മരണശേഷം CPIM സംസ്ഥാന സെക്രട്ടറിയായി സ്ഥാനമേറ്റു. പിണറായിയുടെ പേര് പടർന്ന ലാവ്ലിൻ വിവാദം കത്തിയ കാലം കൂടിയായിരുന്നു കടന്നുപോയത്. 2016 കർക്കശക്കാരനായ പാർട്ടി സെക്രട്ടറിയിൽ നിന്നും മുഖ്യമന്ത്രിയിലേക്ക് മാറുമ്പോഴും ആ മുഖത്തും പ്രവൃത്തിയിലും കാർക്കശ്യം നിറഞ്ഞു തുളുമ്പിയിരുന്നു. ജനകീയൻ എന്ന ലേബലിൽ പ്രവർത്തിച്ചു വന്ന ഉമ്മൻചാണ്ടിക്ക് നേർ വിപരീതമായിരുന്നു പിണറായി വിജയൻ. ഒന്നിനും മയമില്ലാത്ത, അധികം ചിരിക്കാത്ത പുതിയ മുഖ്യമന്ത്രിയെ അംഗീകരിക്കാൻ കേരള ജനത കുറച്ച് പാടുപെട്ടു. പ്രതിപക്ഷവും മാധ്യമപ്രവർത്തകരും അടക്കം ആദ്യ നാളുകളിൽ പിണറായിയുടെ ചൂടറിഞ്ഞു. ഇതിനിടയിൽ വിവാദങ്ങളും വെല്ലുവിളികളും ആ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരുപാടുണ്ടായി. 2018 വന്ന നിപയെ അതിജീവിക്കാൻ കേരളത്തെ പഠിപ്പിച്ച പിണറായി സർക്കാരിന് പിന്നാലെ വന്ന ഓഖിയും മഹാപ്രളയങ്ങളും ശബരിമല വിവാദവും കല്ലുകടികളായി മാറി. സരിതയെ ആയുധമാക്കി ഉമ്മൻചാണ്ടി സർക്കാരിനെ കുത്തിയ ഇടതുപക്ഷത്തെ ക്ഷീണിപ്പിച്ച സ്വപ്ന എന്ന വാർത്താ താരം പിണറായി സർക്കാരിന് മുന്നിൽ വെല്ലുവിളികളുമായി എത്തിയത് ചരിത്രം. മുഖ്യമന്ത്രിയായതിനു ശേഷം എടുത്ത നിലപാടുകളുടെ പേരിലും പിണറായിക്ക് പഴി ഒരുപാട് കേൾക്കേണ്ടി വന്നു. കൊച്ചി മെട്രോ, കണ്ണൂർ എയർപോർട്ട്, ഒടുവിലായി എത്തിയ വിഴിഞ്ഞം തുറമുഖം എന്നിവയുടെ നിർമ്മാണത്തിന്റെ അവകാശം മുഴുവനായി വിഴുങ്ങാൻ ശ്രമിച്ച ശ്രമങ്ങൾ നിലപാടുകളുടെ രാജകുമാരന്റെ ഗ്രാഫ് ഇടിക്കുന്ന കാര്യങ്ങളായി. സ്വജനപക്ഷപാതത്തിന്റെ പേരിലും വിമർശനങ്ങൾ അനേകം കേട്ടു. കുറ്റാരോപിതയായ മകൾക്ക് വേണ്ടിയും മന്ത്രിസഭയിൽ മരുമകന് നൽകുന്ന അമിത പ്രാധാന്യത്തിന്റെ പേരിലും ഉത്തരം നൽകാൻ മടിച്ച പിണറായിയെയും കേരളം കണ്ടു. കൂടെ നിൽക്കുന്നവർ എത്ര നെറുകിട്ടവരായാൽ പോലും പിടിച്ചു നിർത്തുന്ന പിണറായിയെയും നമ്മൾ കണ്ടതാണ്. ആശാവർക്കർമാരുടെ സമരം 9 വർഷ പിണറായി ഭരണകാലയളവിലെ സമര പരമ്പരകളിൽ ഒടുവിലത്തെ ഒന്ന് മാത്രം. ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന പിണറായിക്ക് കീഴിലെ പോലീസിംഗിലുണ്ടായ കളങ്കങ്ങളും നിരവധിയുണ്ട്. സമരപരമ്പരകളിലൂടെ വെല്ലുവിളികളെ അതിജീവിച്ചു വന്ന നേതാവ്, വിവാദങ്ങളെ അതിജീവിച്ച
കരുത്തനായ മുഖ്യമന്ത്രി എന്ന നിലകളിൽ പകരക്കാരനില്ലാത്ത വ്യക്തിത്വം തന്നെയാണ് പിണറായി വിജയൻ. താഴെ ഇറക്കാൻ ആയുധങ്ങൾ ഒരുപാട് പക്കലുള്ള പ്രതിപക്ഷത്തെ പോലും അടക്കി നിർത്തി കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ കേരളത്തിന്റെ ക്യാപ്റ്റനായി തന്നെ തുടരുകയാണ്.